പ്രിയ പരാശക്തി സേവാ സമാജം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുറച്ച് നാളായിട്ട് നമ്മളുടെ ചാനൽ നിശബ്ദതയിലായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. അപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ പരാശക്തി സേവാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ക്ഷണിക്കുകയാണ്. ഈ കാലഘട്ടം നമുക്കറിയാം, വല്ലാതെ ദുഷിച്ചു പോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അധർമ്മവും അനീതിയും ക്രൂരതയും അതുപോലെ നിഷ്ഠൂരമായ സംഭവങ്ങളും നമ്മളുടെ മനസ്സിൽ ഭീതി നിറയ്ക്കുമ്പോൾ അത് പ്രതികരിക്കാനുള്ള നമ്മളുടെ കഴിവ് നാം തീർച്ചയായിട്ടും വിനിയോഗിക്കേണ്ടതാണ്. അധർമ്മവും അനീതിയും കണ്ടില്ല എന്ന് നടിക്കുന്നത് ഈ ചെതിൽ വീടിൻ്റെ ചില ഭാഗങ്ങൾ നശിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നതിന് സമാനമാണ്. പതുക്കെ ആ ചെതിൽ നമ്മളുടെ വീടിനെ പൂർണ്ണമായിട്ടും കേടുവരുത്തും. അതുപോലെ അക്രമവും അനീതിയും അധർമ്മവും വിളയാടുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ സജ്ജനങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ദേശവിരുദ്ധമായ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിന് ഹാനികരമായ സംഭവങ്ങളോട് പ്രതികരിക്കാതെ അതിനെ വളരാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കർഷകൻ ഒരിക്കലും കളകളെ വളരാൻ അനുവദിക്കാറില്ല, അതിനെ നിയന്ത്രിക്കും. അതുപോലെ തിന്മയായതിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, നിയന്ത്രിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളായാൽ പോലും തെറ്റ് ചെയ്താൽ നിയന്ത്രിക്കാൻ നമുക്കൊരു ശക്തി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശക്തിയെയാണ് നമ്മൾ പരാശക്തി എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത്. ഓരോ ഹിന്ദു ഭവനത്തിലും പണ്ട് കുടുംബക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒരു ദേവീ സങ്കല്പത്തിലുള്ള ഒരു ചൈതന്യത്തെയാണ് ആരാധിക്കുന്നത്. അതിനൊരു കാരണം മനഃശാസ്ത്രപരമായിട്ട് ആലോചിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു സ്ത്രീക്ക് നല്ല സ്ത്രീയാകണമെങ്കിൽ സ്നേഹം, കാരുണ്യം, ആർദ്രത, ഭക്തി, അതുപോലെ സാഹചര്യങ്ങളോട് പോരാടാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള നിരവധി ശക്തികൾ വേണം. ആത്മശക്തി, മനഃശക്തി എന്നൊക്കെ പറയുന്ന പലതരം ശക്തികളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ജീവിതത്തെ വിജയകരമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രതീകമായിട്ടുള്ള ഒരു മാതൃഭാവത്തെ നമ്മൾ ആരാധിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും ശക്തമായിട്ടുള്ള ദേവീക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു പുരുഷനായാൽ പോലും ഒരു പുരുഷൻ ധർമ്മിഷ്ഠനായിരിക്കണമെങ്കിൽ അയാളുടെ ഉള്ളിലെ സ്ത്രീ സങ്കല്പം വളരെ ശക്തമായിരിക്കണം. അപ്പോൾ അയാൾ ഒരു മാതൃഭാവത്തെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ, അല്ലെങ്കിൽ സഹോദരി, മകൾ അവരെയൊക്കെ മാനിക്കുന്ന, അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്ന ഒരു പുരുഷ മനസ്സിന് മാത്രമാണ് ധാർമ്മികമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും ഈ അമ്മഭാവത്തെ ബഹുമാനിക്കുക എന്നൊരു സംസ്കാരം ഹിന്ദുക്കൾക്കുണ്ട്. അത് നമ്മളുടെ ആന്തരികമായിട്ടുള്ള പല ശക്തികളെയും സ്വാധീനിക്കുന്നതാണ്. നമുക്ക് വലിയ അളവിൽ നമ്മളുടെ മനഃശക്തിയെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭീതിയിലേക്ക് നിരന്തരം താണുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ എല്ലാ കഴിവിനെയും ഇല്ലായ്മ ചെയ്യുകയാണ്. നമുക്ക് ചിന്തിക്കാനുള്ള ശക്തി പോലുമില്ല. അതുപോലെ നമ്മൾ പുറത്തേക്ക് ഒരാൾ, അല്ലെങ്കിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ മുതിർന്നവർ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പലതരം ആധികളും ആശങ്കകളും വളരുകയാണ്. അത് നമ്മളുടെ മാനസികമായിട്ടുള്ള എല്ലാ ശക്തികളെയും ചോർത്തുകയും നമ്മളെ പരമാവധി ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സംഘർഷഭരിതമായിട്ടുള്ള ഇന്നത്തെ ജീവിതത്തിൽ മനസ്സംയമനം നിലനിർത്താനും, അതുപോലെ ജീവിതത്തിൻ്റെ മൂല്യം, അതിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കാനും ഈ ദേവി ഉപാസന സ്ത്രീകൾക്ക് ആയാലും പുരുഷനായാലും വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ പരാശക്തി സേവാ സമാജം എന്ന സംഘടന തുടങ്ങുമ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നതും അത് തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സനാതന ധർമ്മം അത് നിർത്തേണ്ടത് ഹിന്ദുക്കളുടെ ധർമ്മമാണ്. കാരണം ഹിന്ദുക്കളാണ് സനാതന ധർമ്മത്തെക്കുറിച്ച് ഏറ്റവും അധികം ആഴത്തിൽ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. ഹിന്ദു മതഗ്രന്ഥങ്ങളിലാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിലനിർത്താനുള്ള ആ പ്രയത്നം നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ ധർമ്മം നമ്മൾ മറന്നു, നമ്മുടെ മണ്ണ് നശിച്ചു, കൃഷി നശിച്ചു, അതുപോലെ മറ്റ് സഹജീവികളോടുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ തന്നെ മക്കളോടുള്ള മനോഭാവം, അതുപോലെ സമൂഹത്തിലെ മറ്റ് അംഗങ്ങളോടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം ദുഷിച്ചു പോയ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനൊരു വിലയില്ല ആയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ എങ്ങനെ വേണേലും ഇല്ലാതാക്കുന്ന ക്രൂരതയുടെ മുഖങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയെ നമ്മൾ വളർത്തണം. അപ്പോൾ അത് ഭക്ഷണം വഴിയോ അല്ലെങ്കിൽ മറ്റ് വ്യായാമം വഴിയോ നമുക്ക് നിറയ്ക്കാവുന്ന ഒന്നല്ല. അതിന് ദേവീ ഉപാസന തന്നെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. നമുക്കറിയാം, മഹിഷാസുരന്മാരെയും രക്തബീജന്മാരെയും എല്ലാം നേരിട്ടത് ദേവിയാണ്. അപ്പോൾ അതിനെ ജയിക്കുക ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതുപോലെയുള്ള രക്തബീജന്മാരും മഹിഷാസുരന്മാരും എന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ മുഖമുള്ള മനുഷ്യരും, അതുപോലെ പലതരം രോഗാണുക്കളുണ്ട്. ഇന്ന് നമുക്ക് മെഡിക്കൽ സയൻസിന് വെല്ലുവിളിയായിട്ട് വരുന്ന പലതരം രോഗാണുക്കൾ. അപ്പോൾ അതിനോടൊക്കെ പോരാടുന്ന യഥാർത്ഥ പോരാളി എന്ന് പറയുന്നത് വീട്ടിലെ ഒരു അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയേക്കാൾ വലിയൊരു പോരാളിയില്ല എന്ന് പറയാറുണ്ട്. അത് ഏത് സാഹചര്യങ്ങളോടായാലും ശരി, രോഗങ്ങളോടായാലും ശരി, ജീവിത പ്രതിസന്ധികളോടായാലും ശരി, ഒരമ്മയുടെ കരുത്താണ് ആ കുടുംബത്തിൻ്റെ മൊത്തം കരുത്ത്. അപ്പോൾ അമ്മയ്ക്ക് ആ കരുത്ത് വരണമെങ്കിൽ അവർക്ക് ശക്തമായ ഉപാസനകൾ ആവശ്യമാണ്. അപ്പോൾ പരാശക്തി അല്ലെങ്കിൽ ദേവീശക്തി എന്ന് പറയുന്നത് നമ്മൾ എന്നും ഉപാസിക്കേണ്ട ഒരു മഹത് ശക്തിയാണ്. അത് നമുക്ക് മനഃശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തിന്മകളെ ചെറുക്കുന്നതിനും, ചിലപ്പോൾ നമുക്ക് അറിയാം, ഇപ്പം നമ്മുടെ പെൺകുട്ടികൾ പലരും തെറ്റിലേക്ക് വഴുതി പോവുകയാണ് ചെയ്യുന്നത്. അവർക്കതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനോട് പോരാടാനുള്ള കരുത്തില്ല. അപ്പോൾ ആ കരുത്ത് നിറയ്ക്കുവാൻ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല. പക്ഷേ പരാശക്തി ഉപാസകരായിട്ടുള്ള സ്ത്രീകൾക്ക് ഏത് കാലഘട്ടത്തിലും ഇത്തരം സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നാണ് അനുഭവം തെളിയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പരാശക്തി കുടുംബാംഗങ്ങളും ദിവസവും ഈ ദേവീ ഉപാസന അവരുടെ ഒരു ധർമ്മമായിട്ട്, പ്രധാന കർമ്മമായിട്ട് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. 4 വരിയുള്ളൂ. ഈ 4 വരി പല ആവർത്തി നമുക്ക് പല ജോലികളും ചെയ്യുമ്പോൾ ആവർത്തിക്കാവുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ ആ അനന്തമായ ചൈതന്യത്തിൽ നിന്ന് ഇന്ന് ലോകത്ത് കാണുന്ന അനീതിയോടും അധർമ്മത്തോടും പോരാടാനുള്ള ശക്തി നമ്മളിലും നമ്മളുടെ കുടുംബാംഗങ്ങളിലും നിറയ്ക്കുകയാണ്. അതിന് വേണ്ടുന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് എന്ന ഒരു ബോധം കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാം. ലളിതാ സഹസ്രനാമം വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഉപാസനാ രീതികൾ കീർത്തനങ്ങളായിട്ടും അതുപോലെ പലതരത്തിലുള്ള ശ്ലോകങ്ങളായിട്ടും ഒക്കെ നമുക്ക് ലഭ്യമാണ്. വളരെ ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ധാരാളം കീർത്തനങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം. പരാശക്തി സേവാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത്. നമുക്ക് ഈ കേരളത്തെ അതിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിനാശത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് അത്ര എളുപ്പമല്ല. എന്നാൽ പോലും നമ്മളുടെ പോരാട്ടം നമ്മളുടെ മനസ്സിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. മറ്റുള്ളവരോട് ഏറ്റവും സംയമനമായിട്ട് സംസാരിക്കേണ്ട ഒരു ഭാഷ നമുക്കുണ്ടായിരിക്കണം. അത് ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അവർ ചെയ്യുന്ന തിന്മകളെയെല്ലാം നമ്മൾ സഹിച്ചുകൊള്ളണമെന്നില്ല. അവർ തരുന്ന മാനസിക പീഡനങ്ങളെ നമ്മൾ സഹിക്കണമെന്നില്ല. അവരുടെ അധിക്ഷേപങ്ങളെ നമ്മൾ മറുപടി പറയാതെ വിടണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ പ്രതികരിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ സ്ത്രീകളിലൂടെ അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.